കൊച്ചു കുഞ്ഞുങ്ങൾ ഇതേപോലെ നാക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം ഒരു ഗ്രാൻഡ് പാരന്റ് അദ്ദേഹത്തിൻ്റെ മകളുടെ കുട്ടി ഇതേപോലെ നാക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇടുന്നുണ്ട്, ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സംശയം ചോദിച്ചായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്തത്. 6 മാസത്തിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഇങ്ങനെ നാക്ക് പുറത്തേക്ക് നീട്ടുന്നെങ്കിൽ അത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, അതായത് അവർക്ക് ജന്മന കിട്ടുന്ന ഒരു പ്രതികരണ ശേഷിയാണ്. കുഞ്ഞുങ്ങളുടെ ചുണ്ടത്ത് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നാക്ക് പുറത്തേക്ക് നീട്ടും. ഇതിനെ പറയുന്ന പേരാണ് ടങ് ത്രസ്റ്റ് റിഫ്ലെക്സ്. ഇത് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്ന സമയത്തും ഇതേപോലെ നാക്ക് പുറത്തേക്ക് നീട്ടാറുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ, അതായത് 3 മാസത്തിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ 2-3 മണിക്കൂർ കൂടുമ്പോൾ അവർ വിശക്കുണ്ടാവും. ഈ വിശപ്പ് വരുന്ന സമയത്തൊക്കെ അവർ നാക്ക് പുറത്തേക്ക് നീട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അവർ ഇടയ്ക്കിടയ്ക്ക് നാക്ക് പുറത്തേക്ക് നീട്ടുന്നത്. ഇത് കംപ്ലീറ്റ്ലി നോർമലാണ്. 6 മാസം വരെ ഈ റിഫ്ലെക്സ് ഉണ്ടാവാറുള്ളൂ. 6 മാസം കഴിയുമ്പോൾ ഈ റിഫ്ലെക്സ് തനിയെ മാറും. ഇനി 6 മാസത്തിന് ശേഷമാണ് കുട്ടികൾ ഇങ്ങനെ നാക്ക് പുറത്തേക്ക് നീട്ടുന്നെങ്കിൽ അത് ഇൻറ്റൻഷനലാണ്, അതായത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അവർ ഈ വിശക്കുന്ന സമയത്ത് വിശപ്പ് മാറിക്കഴിഞ്ഞാൽ ഇനി ഭക്ഷണം വായിൽ വെച്ചത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ നാക്ക് പുറത്തേക്ക് നീട്ടാറുണ്ട്. അതുപോലെ തന്നെ പാരൻസ് നാക്ക് പുറത്തേക്ക് നീട്ടുന്നത് കണ്ടിട്ട് അതിനെ ഇമിറ്റേറ്റ് ചെയ്യാനും അവരിങ്ങനെ നാക്ക് പുറത്തേക്ക് ഇടാറുണ്ട്. ഇനി കൂടുതൽ സമയം കുഞ്ഞുങ്ങളിങ്ങനെ നാക്ക് പുറത്തേക്ക് ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഡൗൺ സിൻഡ്രോം പോലുള്ള ജനറ്റിക് കണ്ടീഷൻ എന്തെങ്കിലും ആവാനും ചാൻസ് ഉണ്ട്.